ജപ്പാനിലെ ഇച്ചിക്കാവ സിറ്റി മൃഗശാലയിലെ കുഞ്ഞിക്കുരങ്ങ് പഞ്ചും അവന്റെ പാവയും മനുഷ്യരുടെ ആകെ ഹൃദയത്തെ തൊട്ടാണ് കടന്നുപോയത്. ഭൂലോകത്തിന്റെ ഏതോ അറ്റത്തുള്ള ഒരു കുട്ടിക്കുരങ്ങും നിർജീവമായൊരു പാവയും എങ്ങനെയാണ് നമ്മളെ തൊട്ടത്? ഉത്തരം സിമ്പിൾ ആണ്. അവർ രണ്ടുപേരിലും നമ്മളെ കണ്ടു. നമ്മുടെയൊക്കെ ഉള്ളിലൂടെ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ കടന്നുപോയ വിങ്ങലിന്റെ പ്രതിഫലനമായിരുന്നു പഞ്ച്. അവൻ അനുഭവിച്ച ഒറ്റപ്പെടൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചവരായിരിക്കും നമ്മൾ. ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെട്ടു പോകാറുണ്ട് നമ്മൾ. വാക്കുകൾക്ക് അതീതമായി ആ വികാരത്തെ പഞ്ച് പ്രകടിപ്പിച്ചപ്പോൾ ആ കുട്ടിക്കുരങ്ങൾ നമ്മളെ കണ്ടു. വേണ്ടപ്പെട്ടവരെ ഒക്കെയും അകറ്റിയപ്പോൾ അവൻ ആർത്തലച്ച് കരഞ്ഞില്ല. സങ്കടഭാരത്താൽ ഒതുങ്ങിപ്പോയില്ല. സ്നേഹത്തിനായുള്ള അവന്റെ നിശബ്ദമായ കരച്ചിലിനെ കയ്യിലുള്ള പാവയിലൂടെ അവൻ തീർത്തു. അവൻ പ്രകടമാക്കിയ മൗനം സഹനത്തിന്റെ ആഴമായിരുന്നു. വേദനകൾ ഉള്ളിലൊതുക്കി സ്വയം പാകപ്പെടുകയെന്ന വലിയ പാഠമാണ് പഞ്ച് നമ്മളോട് പറഞ്ഞത്. നമ്മളെ ഉപേക്ഷിച്ചവരോടും അവഗണിച്ചവരോടും പരിഭവപ്പെടേണ്ടതില്ല. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള മനസ്സിനെ സാധ്യമാക്കലാണ് പ്രധാനം. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിനേക്കാൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ് സുപ്രധാനം. ഒറ്റപ്പെടൽ സ്വയം തിരിച്ചറിയാനുള്ള അവസരമായി എടുക്കണം. എങ്കിൽ അതൊരു ശക്തിയായി മാറും. ഒറ്റപ്പെടലിൽ കരയാൻ ആർക്കുമാകും. അതിനെ അതിജീവനത്തിന്റെ സംഗീതമായി മാറ്റുന്നിടത്ത് ജീവിതം ആസ്വാദ്യമാകും. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒറ്റപ്പെടലിൽ പഞ്ചിനെ പോലെ ഒരു പാവയെ തിരഞ്ഞെടുക്കാൻ നമുക്കായിട്ടുണ്ടോ? പാവ എന്നാൽ ഓർമ്മയാകാം, സുഹൃത്താകാം, നമ്മളെ ചേർത്ത് പിടിക്കുന്ന എന്തുമാകാം. അങ്ങനെ ഒന്നിനെ നമുക്കായി സൃഷ്ടിക്കാനാകാത്തിടത്ത് ഒറ്റപ്പെടൽ ശൂന്യതയാകും, വേദനയാകും. തീർത്തും നിർവികാരമായ ഒന്നിനോടാണ് പഞ്ച് തന്റെ നിഷ്കളങ്കമായ സ്നേഹം കാണിക്കുന്നത്. മനുഷ്യനെ ഉലച്ചിലില്ലാതെ നിലനിർത്താൻ സ്നേഹത്തെക്കാൾ മികച്ചൊരു കരുത്തുമില്ല. ഒറ്റപ്പെടൽ നമ്മളെ തിരിച്ചറിയാനുള്ള യാത്രയാണ്. തകർച്ചകളിൽ നമ്മളെ തന്നെ മുറുക്കി പിടിക്കാൻ, ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിജീവനം അതിവേഗം സാധ്യമാകും. ആഴമുള്ള ഏകാന്തതയിൽ നിന്നാണ് മനോഹരമായ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. മരുഭൂമിയിൽ ഒറ്റപ്പെട്ട മരമാണ് ഏകാന്തത. വേരുകൾ ആഴത്തിൽ പടർത്തി തെളിനീരിനെ പുൽകി മരുഭൂമിയിലെ ഒറ്റപ്പെടലിലും മരം കരിയാതെ നിൽക്കുന്നത് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള ആർജവത്തിൽ നിന്നാണ്. ഒറ്റപ്പെടലുകളെ അതിജയിക്കാനുള്ള വഴികൾ മനുഷ്യനെന്നും തേടിക്കൊണ്ടിരിക്കും. ഒരു ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ടായിരുന്ന തന്റെ കൂട്ടത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ച ഒരു പെൻഗ്വിൻ ഒറ്റയ്ക്ക് അങ്ങകലെ കണ്ണെത്താ ദൂരത്തുള്ള പർവ്വതനിരകൾ ലക്ഷ്യമാക്കി അതിന്റെ കുഞ്ഞിക്കാലുകൾ വെച്ച് നടന്നും ഇഴഞ്ഞും നീങ്ങുന്ന ഒരു വീഡിയോ നമ്മുടെ മനസ്സിനെ തൊട്ടത് അതുകൊണ്ടാണ്. വിശ്വവിഖ്യാതനായ സിനിമാ സംവിധായകൻ വെർണർ ഹെർസോഗ് 2007 സംവിധാനം ചെയ്ത എൻകൗണ്ടേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദ വേൾഡ് എന്ന നേച്ചർ ഡോക്യുമെന്ററിയിലെ ഈ ഭാഗം പതിറ്റാണ്ടുകൾക്കിപ്പുറവും കാഴ്ചയുടെ ഹൃദ്യതയായത് ഒറ്റപ്പെടലിനെ അതിജയിക്കാനുള്ള മനുഷ്യന്റെ ത്വരയിൽ നിന്നാണ്.